മദ്യവിൽപ്പനയിൽ കേരളം മുന്നിലാണ് എന്നൊരു വലിയ നരേറ്റീവ് സൃഷ്ടിക്കാൻ സംഘപരിവാറുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളുമൊക്കെ വല്ലാതെ ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും പറയുന്നതായിരുന്നു മദ്യവും ലോട്ടറിയും ഇല്ലെങ്കിൽ കേരളം കുടുങ്ങിപ്പോകുമെന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അത് BJP-കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒരു നരേറ്റീവാണ്. എന്നാൽ സത്യം എന്താണ് എന്ന കണക്കുകൾ ഓരോ തവണയും നമ്മുടെ മുൻപിലേക്ക് എത്താറുണ്ട്. ഇതാ പുതിയ കണക്കുകൾ വന്നിരിക്കുകയാണ്. ഈ പുതിയ കണക്കുകൾ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം BJP-കാരുടെ പുണ്യഭൂമിയായി അവർ കരുതുന്ന ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് മദ്യം വിറ്റ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 51,000 കോടി രൂപ, അതായത് 51,000 crores. 51,000 കോടി രൂപയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ സംഘപരിവാറുകാരുടെ പ്രിയപ്പെട്ട ഇടമായ UP നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ്സുകാരുടെ പുണ്യഭൂമിയായ കർണാടക. DK ശിവകുമാറിന്റെ സിദ്ധരാമയ്യയുടെ കർണാടകയാണ് രണ്ടാം സംസ്ഥാനത്തുള്ളത്. അവരുടെ വരുമാനം എത്രയാണെന്ന് അറിയാമോ? 38,500 കോടി രൂപ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ IPL ഫൈനൽ നടന്ന ദിവസം മാത്രം കർണാടകത്തിൽ വിറ്റ മദ്യത്തിന്റെ കണക്ക് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 157 കോടി രൂപ. ഇനി മൂന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നറിയാമോ? അത് BJP ഭരിക്കുന്ന മഹാരാഷ്ട്ര, 30,500 കോടി രൂപ. കേരളം ആദ്യ 10 സ്ഥാനങ്ങളിൽ പോലുമില്ല. ഇവിടെയാണ് സംഘപരിവാറിന്റെ, കോൺഗ്രസിന്റെ, മാധ്യമങ്ങളുടെ മറ്റൊരു വലിയ കള്ളം കൂടി പൊളിഞ്ഞു വീഴുന്നത്. സ്വാതി ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് കണക്കുകൾ പറയുന്ന വസ്തുതകളെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഈ സംഘപരിവാറിന്റെ, കോൺഗ്രസിന്റെ, മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ നരേറ്റീവാണ് മദ്യമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാനമെന്ന്. ആ കള്ളക്കഥകളെ പൊളിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കണക്കുകൾ നമ്മളോട് പറയുന്ന വസ്തുത എന്താണ്? തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ സംഘപരിവാറും ഒക്കെ നിരന്തരമായി പറയുന്ന കാര്യമാണ് മദ്യവിൽപ്പനയിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു പ്രചാരണം അവർ തുടർച്ചയായി നടത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെയും വസ്തുതകൾ സംബന്ധിച്ച കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരം കണക്കുകൾ പരിശോധിക്കുമ്പോൾ മദ്യവിൽപ്പനയിലൂടെ വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ 2024-25 വർഷത്തിൽ മദ്യം വിറ്റതിലൂടെ നേടിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ 51,000 കോടി രൂപയാണ് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഈ മദ്യവിൽപ്പനയിലൂടെ നേടിയിട്ടുള്ള വരുമാനം. മറ്റ് കണക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ വരുമാനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ്. അവിടെ 38,525 കോടി രൂപയാണ് മദ്യവിൽപ്പനയിലൂടെ നേടിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്ര കടന്നു വരുന്നുണ്ട്. 30,500 കോടി രൂപയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്ന, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ മദ്യവിൽപ്പനയോടെ നേടിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയും വീണ്ടും 4ാം സ്ഥാനത്തേക്ക് വരികയാണ്. മദ്യവിൽപ്പനയിലൂടെ ഖജനാവിലേക്ക് എത്തിയിട്ടുള്ളത് 25,618 കോടിയോളം രൂപയാണ്. അത്തരത്തിൽ പട്ടികകൾ പരിശോധിക്കുമ്പോൾ ഈ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ വരെയും കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിനെതിരെ ഇങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ സംഘപരിവാറും ഒക്കെ അഴിച്ചുവിടുന്നത്. ഈ പട്ടികകളൊക്കെ പരിശോധിച്ചാൽ കോൺഗ്രസ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് ആദ്യത്തെ പട്ടികയിലെല്ലാം തന്നെ ഇടം നേടിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് എന്തായാലും 5ാം സ്ഥാനത്താണ്. 21,000-ലധികം കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. ബംഗാൾ 6ാമതും രാജസ്ഥാൻ 7ാമതുമാണ്. അപ്പോൾ ഈ തുടക്ക പട്ടികയിലൊന്നും തന്നെയും കേരളം മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പന നടത്തുന്നു, അല്ലെങ്കിൽ അതിലൂടെ വരുമാനം സർക്കാർ കണ്ടെത്തുന്നു എന്നുള്ള വ്യാജ പ്രചാരണങ്ങൾക്കുള്ള കൃത്യമായ, അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മദ്യവിൽപ്പനയിലൂടെ കോടികൾ നേടുമ്പോൾ കേരളം ആ പട്ടികയിലൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ കണക്കുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മനു, ശരി, അപ്പോൾ ആ വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ കൃഷ്ണകുമാർ ഒരു കമന്റ് എഴുതുന്നു, മദ്യവും ലോട്ടറിയും ഇല്ലെങ്കിൽ കേരളമില്ല. എൻ്റെ സുഹൃത്തെ, മദ്യം വിറ്റ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് താങ്കളുടെ ഇഷ്ടപ്പെട്ട സംസ്ഥാനമായ ഉത്തർപ്രദേശാണ്. 51,000 കോടി രൂപയാണ്. പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണോ അതോ കേട്ടത് മനസ്സിലാകാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. 51,000 കോടിയാണ്. നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ 30,500 കോടിയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. കേരളം ആദ്യ 10 സ്ഥാനത്തിൽ പോലും ഇടം പിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന വാദം നിലനിൽക്കുന്നത്? ഒരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് പുറകിൽ വസ്തുതയുണ്ടാകണം, അല്പമെങ്കിലും സത്യസന്ധതയുണ്ടാകണം. നമ്മളൊക്കെ പിറന്ന മണ്ണല്ലേ കേരളം എന്ന് പറയുന്നത്. ആ നാടിനെക്കുറിച്ച് ഇങ്ങനെ ഇകഴ്ത്തി പറയുന്നതിൽ എന്ത് പ്രത്യേക സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഞാൻ പോകുന്നു.